ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പുറത്തു പോവാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി മേടിച്ചിട്ട് വരാം. കുറച്ച് ദൂരെയാണ്. ജയനെ വിളിച്ചിട്ടുണ്ട്. ജയൻ ഓഫീസിൽ നിന്ന് വന്നിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇടയ്ക്ക് ഇറങ്ങിയതാ. അപ്പോൾ പോയിട്ട് വരാം. ചേച്ചി പറഞ്ഞേ ടാറ്റാ, ബൈ, സീ യു. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് തക്കുനെ ഇതുപോലെ എടുക്കണം എന്നൊന്നുമില്ല. റെഡിയായി ഷൂ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ തക്കു തന്നെ പുറത്തിറങ്ങി ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ വെയിറ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. മെയിൻ എൻട്രൻസിലേക്കുള്ള വേറെ ലിഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ തക്കുനെ ഇപ്പോൾ താഴെ ഇറക്കിയാൽ അവൾക്ക് പരിചയമുള്ള ഈ ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ അവൾ നമ്മളെ വെയിറ്റ് ചെയ്യും. പിന്നെ അവിടെ തിരിച്ച് എടുക്കുന്ന സമയത്ത് കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അതൊക്കെ ഒഴിവാക്കാൻ ഇങ്ങനെ എടുക്കുന്നത് തന്നെയാണ് സേഫ്. സമയം ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് 10-20 ഫാമിലിയുള്ള ഈ ഒരു ഫ്ലോറിൽ തന്നെ ആരും പുറത്തില്ല. അപ്പോൾ ജയനെ കണ്ടല്ലോ. എൻ്റെ ലൈവിലാണെങ്കിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ജയനെ കാണാൻ പറ്റും. ഇതിപ്പോൾ ദുബായിൽ വന്നേ പിന്നെ എവിടെ പോവുകയാണേലും, അജ്മാനിലാവട്ടെ, ഷാർജയിലാവട്ടെ, ഈവൻ അബുദാബിയിലാണെങ്കിലൊക്കെ ജയൻ തന്നെയാണ് നമ്മളെ കൊണ്ടുവിടാറൊക്കെ ഉള്ളത്. ജയന് ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ മാത്രമേ വേറൊരു ഓപ്ഷനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ഡ്രൈവൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എവിടെയാണെന്ന് എന്നോട് ചോദിക്കരുത്. ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് ജയൻ അവിടെ കൊണ്ടുപോകുന്നു. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ സ്ഥലം അറിയെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് വിനോദ് പുറത്ത് വരികയും സാധനങ്ങളൊക്കെ തരികയും ചെയ്തു. കുറച്ച് നേരം വിശേഷങ്ങളും പറഞ്ഞാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് +2 പഠിച്ചതും ഒരേ നാട്ടുകാരും, എല്ലാത്തിനുപരി എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് കൂടിയാണ് വിനോദ്. അങ്ങനെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട പാക്കറ്റ് കാറിനകത്ത് തന്നെ ഇരുന്ന് പൊട്ടിച്ച് അതിനകത്തുള്ള എല്ലാ സാധനങ്ങളൊക്കെ നോക്കി കഴിക്കാനുണ്ടായിരുന്ന ചക്ക ചിപ്സൊക്കെ എടുത്ത് കഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ കരാമ എത്തുന്നത്. പെട്ടെന്ന് തന്നെ കരാമ എത്തി. ഇതേ കാണുന്നു നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്. പക്ഷെ നേരെ പോകാൻ പറ്റാത്തത് കൊണ്ട് ലെഫ്റ്റ് എടുത്ത് കറങ്ങി വേണം അവിടെ എത്താൻ. അങ്ങനെ ഈ നട്ടപ്പുരി വെയിലത്തും നമ്മൾക്ക് വേണ്ടി അവിടെ പോയി എല്ലാം ചെയ്ത് തിരിച്ച് സേഫായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ജയൻ. എന്നത്തെയും പോലെ ജയൻ്റെ സ്നേഹം കാണിച്ചിരിക്കുന്നു. താങ്ക് യു ജയൻ, താങ്ക് യു സോ മച്ച്.